ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണ സുപ്രഭാഷകരോ വന്ദേ സലോകനാഥന ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവേ ഭാവൻ വ്യോമവൻ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ രണ്ടാമധ്യായം. ഇദം സത്യം സർവേഷാം ഭൂതാനാം മധുഃ അസ്യ സത്യസ്യ സർവാണി ഭൂതാനി മധുഃ യശ്ചായമസ്മിൻ സത്യ തേജോമയോ അമൃതമയ പുരുഷോ യശ്ചായം അധ്യാത്മം സത്യ തേജോമയോ അമൃതമയ പുരുഷോ അയമേവ സത്യോയമാത്മാ ഇദം അമൃതം ഇദം ബ്രഹ്മേദം സർവം തഥാ ദുഷ്ടേന അനുഷ്ഠീയമാനേന ആചാരരൂപേണ സത്യാഖ്യബോധി സൈവ ധർമ്മ. ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ സത്യവും ഒന്നെന്താണ് പ്രത്യക്ഷമായ ആചാരം, സത്യ ആചാരങ്ങൾ, പ്രവൃത്തി, അതിനുണ്ടല്ലോ സത്യം. അതിന് ധർമ്മമെന്നും പറയും. ദുഷ്ടേന അനുഷ്ഠീയമാനേന ആചാരരൂപേണ, ആചാരരൂപത്തിൽ സത്യമുണ്ട്, അത് തന്നെയാണ് ധർമ്മം. അനന്ത് ധർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ സത്യത്തെയും മനസ്സിലാക്കണം. സ്വവിധിപ്രകാര ധർമ്മത്തെ പോലെ തന്നെ ഇത് സാമാന്യ വിശേഷരൂപേണ, സാമാന്യ രൂപത്തിലും വിശേഷരൂപം. സാമാന്യ രൂപ പൃഥ്വിയാദി സംവേദോ, പൃഥ്വിയാദികളിൽ ഉള്ളത് സാമാന്യ രൂപത്തിലുള്ള കാരണരൂപത്തിലിരിക്കുന്നത്. വിശേഷരൂപ കാര്യകരണ സംഘാത സംവേദ, ആചാരത്തെക്കുറിച്ച് പറയുന്നു, കർമ്മത്തെക്കുറിച്ച്. തത്ര പൃഥിവ്യാദി സംവേദേ വർത്തമാന ക്രിയാരൂപേ സത്യം. പ്രവൃത്തി, അനുഷ്ഠാനം, ആചാരം, അത് സർവത്തിലുണ്ടല്ലോ. എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ പ്രവൃത്തിയുണ്ട്. അധ്യാത്മ കാര്യകരണ സംഘാത സംവേദേശം, അധ്യാത്മമായി കാര്യകരണ സംഘാതത്തിൽ, കാര്യകരണ സംഘാതം എന്ന് പറയുമ്പോൾ ശരീരമായി ബാക്കി ബാഹ്യമായ തത്വങ്ങളെല്ലാത്തിനും പ്രവൃത്തി രൂപത്തിലുള്ള സത്യമുണ്ട്. സത്യഭവസാത്യ സത്യേന വായുരാവാദി. എന്താ പുറമേയുള്ള സത്യം എന്ന് പറയുന്നു? അഗ്നി ജ്വലിക്കുന്നു, വായു പ്രകാശിക്കുന്നു, ഇതൊക്കെ ഒരു സത്യമല്ല. അത് സത്യമാണ്, അതിന് ഭ്രംശം വരുന്നില്ല.
വായു വീശാതിരുന്നു കഴിഞ്ഞാൽ അഗ്നി പ്രകാശിക്കാതിരുന്നാൽ ജ്വലിക്കാതിരുന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ആചാരം ക്രിയാരൂപത്തിലുള്ള സത്യം ആണ് ഈ പ്രപഞ്ചത്തിലെ ഈ എല്ലാ ചലനങ്ങളും, വ്യവസ്ഥാപിതമായ ചലനങ്ങൾ ആണ്. പിന്നെ ഈ ശരീരസംഘാതത്തിൽ അങ്ങനെ സത്യം രണ്ടു തരത്തിലുണ്ട്. എന്നിട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം ആത്മാവാണ്, ഇതാണ് എല്ലാം അമൃതമാണ്, ഇത് ബ്രഹ്മമാണ് എന്നിവിടെയും പറയുന്നു. അയം ആത്മാ സർവേഷാം ഭൂതാനാം മധു അസ്യ ആത്മനഃ സർവാണി ഭൂതാനി മധു യശ്ചായം അസ്മിൻ ആത്മനി ത്വജോമയോ അമൃതമയ പുരുഷോ യശ്ചായം ആത്മാ ത്വജോമയോ അമൃതമയ പുരുഷോ അയമേവ സ യോയം ആത്മാ ഇദം അമൃതമിദം ബ്രഹ്മേദം സർവം. അയം ആത്മാ, ഇവിടെ ആത്മാവെന്ന് പറയാൻ എന്തിനെടുക്കണം? ധർമ്മസത്യാഭ്യാം പ്രയുക്തോയം കാര്യകരണസംഘാത വിശേഷ. ധർമ്മം, ആചാരം, നേരത്തെ പറഞ്ഞ ധർമ്മം എന്ന് പറയുന്നത് സംസ്കാര വിശേഷമാണ്, അപൂർവം എന്നും പറയും. സത്യം ആചാരരൂപത്തിലുള്ളതാണ്. ഇത് രണ്ടും കൊണ്ടുണ്ടായത് പ്രയുക്തോ, ഇത് രണ്ടും നിമിത്തമായിരിക്കുന്നത് കാര്യകരണസംഘാത വിശേഷ. കാര്യകരണസംഘാതം, അതിനോട് ആത്മാവെന്ന് പറയുന്നു. അല്ല നിർവികാരമായ ആത്മാവെന്നുള്ള അർത്ഥത്തിലല്ല. സയേന ജാതിവിശേഷണ സംയുക്ത ബോധി സ ജാതിവിശേഷവും മനുഷ്യ. അത് ഓരോ ജാതിയിൽ, മനുഷ്യജാതി, മൃഗജാതി, പിന്നെ പക്ഷിജാതി, ഇങ്ങനെ തത്ര മാനുഷാദിജാതി വിശിഷ്ടായ സർവേ പ്രാണി നിക്കായ പരസ്പരി ഉപകാരഭാവേന വർത്തമാന ദൃശ്യന്തേ. ഈ ലോകത്തിൽ നോക്കിയാലും മനസ്സിലാകും. നേരത്തെ പറഞ്ഞല്ലോ, സർവത്ര പരസ്പര കാര്യകാരണഭാവമാണ്. പൃഥ്വി തുടങ്ങി അവിടെ പറഞ്ഞു, അതെല്ലാത്തിലും ഉണ്ട്. ഇനി ഓരോ ജാതികളെ നോക്കോ, ഓരോ പ്രാണിവിശേഷങ്ങൾ, മനുഷ്യൻ, മൃഗം, പക്ഷി തുടങ്ങിയ ഈ ജാതിവിശേഷങ്ങൾ സർവേ പ്രാണിനിക്കായ, ഈ പ്രാണി ശരീരങ്ങളെല്ലാം, പ്രാണി സമൂഹങ്ങൾ, ഓരോ വിഭാഗങ്ങളും പരസ്പര ഉപകാരക ഭാവിയെന്ന് വർത്തമാന ദൃശ്യന്ത. ഇതെല്ലാം ഈ ശരീരങ്ങൾ പോലും പരസ്പരം ഉപകാരഭാവത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അവരുടെ നിയന്ത്രണത്തിലല്ല. ഒരു ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം മറ്റു പ്രാണികൾക്ക്, അവയുടെ ശരീരം മനുഷ്യന്, ഒന്ന് മറ്റൊന്നിന്റെ വൃദ്ധിക്ക്, അതുപോലെ തന്നെ അത് മറ്റൊന്നിന്റെ നാശത്തിന്. ഇത്തരത്തിൽ സർവ പ്രാണി ശരീരങ്ങളും പരസ്പര ഉപകാരക ഭാവത്തിലാണ്, കാര്യകാരണഭാവത്തിലാണ്. അത് തീരെ നിസ്സാരമെന്ന് തോന്നുന്നു മനുഷ്യ ശരീരം സസ്യങ്ങൾക്ക്, ആ സസ്യ ശരീരം മനുഷ്യന് ഇത്തരത്തിൽ ഉപകരിക്കുന്നു. അതോ മനുഷ്യാദി ജാതിരവി സർവേഷ ഭൂതാനാം മധു. അതുകൊണ്ട് ഇതും സർവഭൂതങ്ങളുടെയും മധുവാണ്, കാര്യമാണെന്ന് പറഞ്ഞതുപോലെ പരസ്പരം കാര്യമായിരിക്കുന്നു. തത്ര മനുഷ്യാദി ജാതിരവി ബാഹ്യ ആധ്യാത്മിക ചിത്വേദ നിർദ്ദേശഭാഗ്ഭവതി. മുമ്പൊക്കെ പറഞ്ഞതുപോലെ സ്ഥൂല സൂക്ഷ്മം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇതുകൊണ്ട് ഈ സ്ഥൂലമായ ശരീരത്തെ ആശ്രയിച്ചുള്ളത്, ബാഹ്യം
പിന്നെ ആന്തരികമായ ശരീരത്തെ ആശ്രയിച്ചിട്ടുള്ളത്. ആന്തരികം അങ്ങനെ ഇവിടെയും ഭേദമുണ്ട്. ഇവയും മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആത്മീയവേദം, ബ്രഹ്മവേദം, സർവം എന്ന് പറഞ്ഞതുപോലെ ഇതും ഈ ശരീരഭാവത്തിൽ ചിന്തിച്ചാലും എല്ലാം ആ തത്വം തന്നെ. ഇവിടെ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരത്തെ എന്ന് പറഞ്ഞിരിക്കുന്നു, ശരീരസംഘാതത്തെ. യസ്തു കാര്യകരണ സംഘാതോ മാനുഷാദിജാതി വിശിഷ്ട സ്വയം ആത്മാ സർവേഷാം ഭൂതാനാം മധോ നന്വയം ശാരീര ശബ്ദേന നിർദ്ദിഷ്ട പൃഥ്വി പര്യായവ. ഇവിടെ അയമാത്മാ സർവേഷാം ഭൂതാനാം മധു എന്ന് പറയുമ്പോൾ മാനുഷാദിജാതികളാണെന്ന് പറഞ്ഞു. പക്ഷെ പൃഥ്വി എന്ന് പറയുന്നിടത്ത് പറഞ്ഞത് എന്താണ്? പ്രാണി ശരീരങ്ങളാണ്. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. പറയുന്ന നല്ല വ്യത്യാസമുണ്ട്. നന്വയം ശരീരശബ്ദേന നിർദ്ദിഷ്ട പൃഥ്വി പര്യായ. ആ പൃഥ്വി അവിടെ പറഞ്ഞതിനാണ് ഇവിടെ വീണ്ടും പറയുന്നതല്ല. പാർത്ഥിവാംശസ്യത അവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ പാർത്ഥിവാംശത്തിന് പ്രാധാന്യം കൊടുത്ത് പറഞ്ഞാണ്. ഇവിടെ പൊതുവായി പറയുന്നു. ഏതു സർവാത്മാ പ്രത്യസ്തമിത അധ്യാത്മ അതിഭൂതാദി സർവവിശേഷ സർവഭൂത ദേവതാഗണ വിശിഷ്ട കാര്യകരണ സംഘാത സ്വയമാത്മേത്യുച്യതേ. ഇവിടെ പറയുമ്പോൾ അങ്ങനെയല്ല. സർവാത്മാ വിരാട് ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. മറ്റത് പൃഥ്വി അംശമായ രൂപത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ എല്ലാത്തിനും ഉൾക്കൊണ്ടുകൊണ്ട് പറയുന്നു. അതിനാണ് വിരാട് ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്നത്. പ്രത്യസ്തമിത അധ്യാത്മ അതിഭൂതാദി സർവവിശേഷ. അധ്യാത്മം അതിഭൂതം തുടങ്ങിയ വിശേഷങ്ങളൊന്നുമില്ലാതെ സർവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സർവഭൂത ദേവതാഗണ വിശിഷ്ട എല്ലാം ചേർത്ത് കാര്യകാരണ സമുദായത്തെ. അതിനാണ് വിരാട് ഹിരണ്യഗർഭൻ എന്നെല്ലാം പറയുന്നത്. കാര്യകരണ സംഘാത സ്വയമാത്മാ. മുമ്പ് ഒരംശത്തെ പറഞ്ഞു. ഇവിടെ സമഷ്ടിയെക്കുറിച്ച് പറയുന്നു. അസ്മിൻ ആത്മനി തേജോമയോ അമൃതമയോ പുരുഷോ. ഇവിടെ തേജോമയൻ ഈ വിരാട് രൂപത്തെ എടുക്കും. അതിൽ തേജോമയൻ അമൃതമയനായിരിക്കുമ്പോൾ ആ സമഷ്ടി എടുക്കണം. ഈ വിരാട് രൂപത്തിലിരിക്കുന്ന ഈ ശരീരത്തിൽ സൂത്രരൂപത്തിലിരിക്കുന്നു, സൂക്ഷ്മരൂപത്തിലിരിക്കുന്നു. അതാണ് തേജോമയൻ അമൃതമയനായ പുരുഷൻ എന്നെടുക്കുന്നത്. അതാണ് അമൂർത്തരസൻ സർവാത്മകം നിർദ്ദിശ്യത. ഏകദേശേനു പൃഥിവ്യാദിഷ നിർദ്ദിഷ്ടോ അത്ര അധ്യാത്മവിശേഷാഭാവ നിർദ്ദിശ്യത. മുമ്പ് പറഞ്ഞ അങ്ങനെയല്ല. ഒരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. പൃഥ്വിയിലും ജലത്തിലും വായുവിലും എല്ലാം പറയുന്നത് അതാത് അംശങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് അതിനെയല്ല ഇവിടെ നിർദ്ദേശിക്കുന്നത്. യസ്തു പരിശിഷ്ടോ വിജ്ഞാനമേ എതിർദ്വയം ലിംഗ ദേഹലിംഗ സംഘാതാത്മസായമാത്മാ. അത് കഴിഞ്ഞിട്ട് ഇവിടെ യശ്ചായമാത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിജ്ഞാനമയനായ ജീവാത്മാവ്. അതിനെ പറഞ്ഞിരിക്കുന്നു. വിജ്ഞാനമയൻ, വിജ്ഞാനത്തിന് പ്രാധാന്യമുള്ളവൻ, ബുദ്ധിക്ക് പ്രാധാന്യമുള്ളവൻ ജീവാത്മാ. അതിനെക്കുറിച്ചാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എതിർദ്വയം ദേഹലിംഗ സംഘാത. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഈ ദേഹങ്ങളെല്ലാം ആ വിജ്ഞാനമയന് വേണ്ടിയിട്ടാണ്. യശ്ചായമാത്മാ. അതിനൂടെ യശ്ചായമാത്മാ എന്ന് പറഞ്ഞത് തേജോമയോ അമൃതമയ പുരുഷ. ഇതും എല്ലാം ബ്രഹ്മേദം സർവം എന്നൊന്നിപ്പോ പറഞ്ഞതുപോലെ ഗ്രഹിക്കണം.
സവ അയമാത്മാ സർവേഷാം ഭൂതാനാം അധിപതിഃ സർവേഷാം ഭൂതാനാം രാജാ തദ്യഥാ രഥനാഭൗ ച രഥനേമൗ ച ആരാ സർവേ സമർപ്പിതാഃ ഏവമേവ അസ്മിന്നാത്മനി സർവാണി ഭൂതാനി സർവേ ദേവാ സർവേ ലോകാ സർവേ പ്രാണാ സർവേ ഏതേ ആത്മാനഃ സമർപ്പിതാഃ യസ്മിന്നാത്മനി പരിശിഷ്ടോ വിജ്ഞാനമയോ അന്ത്യേ പര്യായേ പ്രവേശിതഃ. അന്ത്യപര്യായം എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞത്, വിജ്ഞാനമയനെന്ന് പറഞ്ഞത്, അതിൽ മുമ്പ് പറയാത്തത് എല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. യഥാ സ്വൈന്ദവതുല്യ, മുമ്പ് ഉദാഹരണം പറഞ്ഞല്ലോ, അതിലെല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്ന്. അങ്ങനെയുള്ള സ്വയമാത്മാ ഇവിടെ അവസാനം പറയുന്നത്. പൂർവപര്യായേഷു അനുപതിഷ്ഠോ അന്ത്യേജ പര്യായേ യശ്ചായം ആത്മീത്യുക്തം വിജ്ഞാനമയ യസ്മിന്നാത്മനി ഖില്യ ദൃഷ്ടാന്തവചസ പ്രവേശിത, അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. തേന പരേണാത്മന താതാത്മ്യത, ഇതെന്നാണ് ആ പരമാത്മാവുമായി താതാത്മ്യത്തിലിരിക്കുന്നത്. അതാണ് ഇവിടെ ആത്മ എന്ന് പറയുന്നത്. തസ്മിൻ അവിദ്യാകൃത കാര്യകരണ സംഘാത് ഉപാധി വിശിഷ്ടേ, അത് ജീവാത്മാ എന്ന് പറയുമ്പോൾ അതിന്റെ സ്വഭാവം എന്താണ്? അവിദ്യാകൃത കാര്യകരണ സംഘാത് ഉപാധി വിശിഷ്ടമായിരിക്കും. അതിന്റെ ഉപാധികളെ കുറിച്ചാണ് ഇതുവരെ ചർച്ച ചെയ്തത്. ആ ജീവാത്മാ ആ ഉപാധികളോടുകൂടിയിരിക്കുന്നു. ബ്രഹ്മവിദ്യ പരമാർത്ഥാത്മനി പ്രവേശിതേ, ആ ജീവാത്മാ ബ്രഹ്മവിദ്യയിലൂടെ പരമാർത്ഥാത്മനി പ്രവേശിതേ, പരമാർത്ഥാത്മാവിൽ പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞു. ജീവാത്മാവ് പരമാത്മാവിൽ പ്രവേശിക്കുന്നു. ഇവിടെ പ്രവേശിപ്പിച്ചിരിക്കുന്നു, നിവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം. ആ പരമാത്മാവിനോട് ഏകഭാവത്തിൽ ബോധിപ്പിച്ചിരിക്കുന്നു എന്നാണ്. പ്രവേശിക്കുക എന്ന് വെച്ചാൽ മലയാളത്തിലെ പ്രവേശനമല്ല, നിവേശിപ്പിക്കുക. ആര് നിവേശിപ്പിക്കുന്നു? ശ്രുതി. എങ്ങനെ നിവേശിപ്പിക്കുന്നു? ആ പരമാർത്ഥാത്മാവിനോട് ഏകീഭൂതമായി. എന്തുകൊണ്ട്? ബ്രഹ്മവിദ്യയുണ്ട്. സ ഏവ മുക്തഃ അനന്തരഃ അബാഹ്യഃ കൃഷ്ണഃ പ്രജ്ഞാനഘനഭൂത സർവേഷാം ഭൂതാനാമയമാത്മാ സർവൈരുപാസ്യഃ. അതെങ്ങനെയുള്ളതാണ്? അനന്തരമാണ്. അതൊക്കെ മുമ്പ് പറഞ്ഞതാണ്. ആ ബ്രഹ്മവിദ്യയിലൂടെ പരമാത്മാവിനോട് ഏകമായി ബോധിപ്പിക്കപ്പെട്ടു, ശ്രുതി ബോധിപ്പിച്ച
ആത്മാവ് അനന്തരമാണ്, അബാഹ്യമാണ്, കൃഷ്ണമാണ്, പ്രജ്ഞാനഘനഭൂതമാണ്. അതുകൊണ്ട് അങ്ങനെ പറയുന്നു. പലതരത്തിൽ പറഞ്ഞു. പൃഥ്വി എന്ന് പറഞ്ഞു, ജലമെന്ന് പറഞ്ഞു, വായു എന്ന് പറഞ്ഞു, പല പല രൂപത്തിൽ പറഞ്ഞു. എന്നിട്ട് അതിനെ പരമാത്മാവിനോട് ഏകീഭവിപ്പിച്ചു. ഇത് പരമാത്മാവിനോട് അഭിന്നമാണെന്ന് ബോധിപ്പിച്ചു. അബോധമാണ് ബ്രഹ്മവിദ്യ. ജീവഭാവം പരമാത്മാവിൽ നിന്ന് അന്യമല്ല, അത് തന്നെ എന്നുള്ള അറിവ്, എന്ന് ശ്രുതി നൽകുന്ന അറിവ്, അതാണ് ബ്രഹ്മവിദ്യ. സർവേഷാം ഭൂതാനാം അയമാത്മാ, അതാണ് സർവത്തിനും ആത്മാവായിരിക്കുന്നത്. സർവ പ്രാണികളെന്നോ സർവപദാർത്ഥങ്ങളെന്നോ സർവത്തിന്റെയും അയം ആത്മാ, സർവത്തിന്റെയും ആത്മാവ് എന്ന് പറയുന്നു. ഈ പുസ്തകത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത്? പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അതിന്റെ ആത്മാവെന്ന് പറയുന്നത് മറ്റൊരു വസ്തു. അങ്ങനെ നമുക്ക് ധരിക്കാൻ പറ്റും. കാരണം നമ്മൾ പറയുന്നു എന്റെ ആത്മാവ്, ഞാനെന്ന് പറയുന്ന ഈ പിണ്ഡം, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഇതിന്റെ പിന്നിലുള്ള ഒരാത്മാവ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൽപ്പിക്കുന്നത്? പുസ്തകം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പദാർത്ഥമായിരിക്കുന്നത്, എന്നുവെച്ചാൽ ശബ്ദാർത്ഥമായിരിക്കുന്നത്. അതുപോലെ ആത്മാവെന്ന് പറയുന്നത് ഒരു പദാർത്ഥമാണ്, ശബ്ദാർത്ഥമാണെന്ന് ധരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഗ്രഹിക്കുന്നത്. മേശയുടെ ആത്മാവെന്ന് പറഞ്ഞാൽ മേശയിൽ നിന്ന് വേറിട്ട്, സാധാരണ നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതും ഈ ശരീരത്തിന് ചൈതന്യത്തെ കൊടുക്കുന്നതുമായ ഒന്ന് നമ്മൾ പറയും. അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട്. കാരണം നമ്മൾ പറയും ആത്മാവ് നഷ്ടപ്പെട്ടാലും ശരീരം ശേഷിക്കുന്നു, മരണത്തിൽ ശരീരം ശേഷിക്കുന്നു. അപ്പോൾ അതിന് തെളിവാണ് എന്താണ്? ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ശരീരത്തിന് ചൈതന്യം കൊടുക്കുന്ന ഒന്ന് ആത്മാവ്. ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഈ ശരീരം നശിച്ചു പോകും. സർവേഷാം ഭൂതാനാം ആത്മാ, ഇവിടെ പറയുന്നത് സർവഭൂതങ്ങളുടെയും ആത്മാവെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സർവഭൂതങ്ങൾക്കും ആത്മാവുണ്ട് എന്നാണ്. ഈ ശരീരത്തിൽ നമ്മൾ പറയുന്നു ജീവനുണ്ടെന്ന് പറയുന്നു. ജീവനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയും ഇതിനകത്ത് ആത്മാവുണ്ട്. മരിച്ചു, ശരീരത്തിൽ നിന്നും ആത്മാവ് പോയി. അപ്പൊ സർവഭൂതങ്ങൾക്കും ആത്മാവുണ്ടെങ്കിൽ ആത്മാവ് സർവവ്യാപിയാണ് എന്ന് പറയുന്നു, സർവാധാരമാണെന്ന് പറയുന്നു. ഈ ജീവനുള്ള ശരീരത്തിൽ മാത്രം ആത്മാവ് കണ്ടാൽ പോരല്ലോ, മരിച്ച ശരീരത്തിനും കാണണ്ട. അത് പഞ്ചഭൂതങ്ങൾക്കും ആത്മാവുണ്ടെന്നാണ്. ഈ ശരീരവും പഞ്ചഭൂത സംഘാതമാണ്. അപ്പോൾ ഇതിൽ ആത്മാവ് വേണ്ടേ? നമ്മൾ വരുന്നു അവിടെ ആത്മാവില്ല എന്ന് കരുതുന്നു.
ജീവനുള്ള ശരീരത്തിൽ ആത്മാവുണ്ട്, മരിച്ച ശരീരത്തിൽ ആത്മാവില്ല. അതുപോലെ നമ്മൾ പറയുന്നു ഇത് ജഡം, ഇത് ചേതനം. ജഡമായ ഇതിലൊന്നും ആത്മാവില്ല, ചേതനമായ വസ്തുക്കളിലെല്ലാം ആത്മാവുണ്ട്. ഇവിടെ പറയുന്നത് സർവഭൂതാനാം അയം ആത്മാ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ധരിക്കുന്നത്? ചിലയിടത്ത് ആത്മാവുണ്ട്, ചിലയിടത്ത് ആത്മാവില്ല എന്ന് ധരിക്കുന്നത്. ആത്മ എന്ന് പറയുന്ന അത് അതിനെ വസ്തുവായി പദാർത്ഥമായി ഗ്രഹിക്കുന്നതുകൊണ്ടാണ്. അത് പദാർത്ഥമാണെന്നുള്ളതിൽ ഒരു ഒരു പദാർത്ഥം, വിശേഷിച്ചൊരു പദാർത്ഥമാണ് അത് ആത്മാവെന്ന് പറയുന്നത്. എന്ന് കരുതുന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ വാസ്തവത്തിൽ ആത്മാവെന്ന് പറയുന്നത് വിശേഷിച്ചൊരു പദാർത്ഥമേ അല്ല. അത് ജീവനുള്ള ശരീരത്തിൽ ഇരിക്കുന്നതും മൃതശരീരത്തിലില്ലാത്തതുമല്ല. എന്തുകൊണ്ട്? ആത്മാവെന്ന് പറഞ്ഞാൽ ഏതൊന്നിനെ കുറിച്ച് പറയുന്നു അതിന്റെ സ്വരൂപം, അതാണ് ആത്മാവ്. ജീവനുള്ള ശരീരത്തിന് സ്വരൂപമായിരിക്കുന്നത് പോലെ മൃതശരീരത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു. മൃതശരീരം എന്തിന്? ഇവിടെ ഈ പറയുന്നതനുസരിച്ച് പഞ്ചഭൂതങ്ങൾക്ക്, ധർമ്മത്തിന്, സത്യത്തിന്, സർവത്തിന്റെയും സ്വരൂപമായിരിക്കുന്നു. ഒന്നിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് അതിൽ നിന്ന് അന്യമല്ല. എന്നാണ് സ്വരൂപം എന്ന് പറയാൻ പറ്റില്ല. പുസ്തകത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ പുസ്തകം തന്നെ. ഏതാണോ ഈ പുസ്തക രൂപത്തിലിരിക്കുന്നത് അത് തന്നെ. ഏതാണോ ഈ മേശയുടെ രൂപത്തിലിരിക്കുന്നത് അത് തന്നെ. അല്ലാതെ ആത്മാവെന്ന് പറയുന്നത് വ്യതിരിക്തമായ ഒരു പദാർത്ഥമല്ല, മറിച്ച് സർവത്തിന്റെയും സ്വരൂപം എന്നേ അതിനർത്ഥമാണ്. അല്ലെങ്കിൽ ആത്മാവ് സർവാധാരം, സർവവ്യാപകം, ഏകം, അദ്വയം എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മുടെ ആത്മാവ് ജീവനുള്ള ശരീരത്തിലുണ്ട്, മൃതശരീരത്തിലില്ല. അതെങ്ങനെ അദ്വയമാകും? എങ്ങനെ സർവാധാരമാകും? എങ്ങനെ സർവവ്യാപകമാകും? ആത്മാവെന്ന് പറയുന്നത് സർവത്തിന്റെയും സ്വരൂപമാണ് എന്ന് പറഞ്ഞാൽ അത് സർവാധാരമായിരിക്കുന്നു, സർവാധിഷ്ഠാനമായിരിക്കുന്നു. അതിന് സർവാധാരം, സർവവ്യാപകം, സർവാധിഷ്ഠാനം എന്ന് പറയാൻ എന്താ കാരണം? നമ്മൾ പദാർത്ഥങ്ങളെ കാണുന്നുണ്ട്. പദാർത്ഥം എന്ന് വെച്ചാൽ പദങ്ങളുടെ അർത്ഥമായി, വസ്തുവായി ഓരോന്നിനെയും നമ്മൾ ഗ്രഹിക്കുന്നു, നമ്മുടെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിക്കുന്നിടത്തെല്ലാം ഏകമായിരിക്കുന്ന ആ സ്വരൂപത്തെ നമ്മൾ ഗ്രഹിക്കുന്നില്ല. അത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് പ്രപഞ്ചം നാമരൂപാത്മകമായിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നാമരൂപ എന്ന് പറയുന്ന അല്ല അതിന്റെ സ്വരൂപം. നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനൊരു സ്വരൂപമുണ്ട്. അത് പറയും ജഗതാത്മാ, ജഗത് സ്വരൂപമായിരിക്കുന്നു. നാമരൂപാത്മകമായിരിക്കുന്ന ഈ ജഗത്തിന്റെ സ്വരൂപം, ആ സ്വരൂപം ജഗത് എന്ന ശബ്ദം കൊണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചം എന്നുള്ള ശബ്ദം കൊണ്ട് ഏതിനെയും ഗ്രഹിക്കാം. വേറൊരു ശബ്ദത്തിന്റെ ആവശ്യമില്ല.
ശബ്ദം, സ്പർശം, രൂപം, രസം, ഈ ശബ്ദങ്ങളൊന്നും ആവശ്യം, ഒറ്റ ശബ്ദം മതി. ജഗത്ത് ആ ശബ്ദം കൊണ്ട് എന്തിനേക്ക് ഗ്രഹിക്കുന്നു, അതിന്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത്. ആ സ്വരൂപം കേവലം നാമവും രൂപമാണോ? അല്ല എന്ന് പറയുന്നു. അതേതുപോലെ ആ സർപ്പത്തിന്റെ സ്വരൂപം രജ്ജുവാണ് എന്ന് പറയുന്ന പോലെ. സർപ്പത്തെ കാണുന്ന സമയത്ത് അയം സർപ്പ, ഇത് സർപ്പമാണ് എന്ന് പറയുന്ന എന്തിനെ? ആ രജ്ജുവിനെ തന്നെ. സർപ്പത്തെ അല്ല അവിടെ പറയുന്നു. സർപ്പം എന്നുള്ള അനുഭവം ഉള്ളിടത്ത് പോലും അവിടെ എന്തിനാണ് സർപ്പം എന്ന് പറയുന്നത്? സർപ്പശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്ന എന്തിന്? രജ്ജുവിനെ എന്തുകൊണ്ട്? അതാണ് അതിന്റെ ആത്മാ, അതാണ് അതിന്റെ സ്വരൂപം. നായം സർപ്പ എന്ന് പറയും, സർപ്പമല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എന്താണ്? ഈ സർപ്പത്തിന്റെ സ്വരൂപം രജ്ജുവാണ്. നീ കാണുന്നതോ അത് നാമരൂപം എന്ന് പറയും. സർപ്പം എന്ന് പറയുന്ന ഒരു രൂപവും സർപ്പം എന്ന് പറയുന്ന ഒരു നാമവും. അതിന്റെ സ്വരൂപം, അതിന്റെ ആത്മാ എന്ന് പറയുന്നത് എന്താണ്? രജ്ജു. ആ സർപ്പരൂപത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ ആത്മാ രജ്ജുവാണ്. അപ്പൊ സർപ്പത്തെ നിഷേധിക്കുന്നിടത്തും, നായം സർപ്പ എന്ന് പറഞ്ഞ് സർപ്പത്തെ നിഷേധിക്കുന്നിടത്തും ഒരു കാര്യം അംഗീകരിക്കണം. എന്താണ്? ഈ സർപ്പം അത് രജ്ജുവാണ്. ഒരു ഭാഗത്തിൽ നിഷേധിക്കുന്നുണ്ട്, ഇത് സർപ്പമല്ല. പക്ഷെ നിഷേധിക്കുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ്? ഇത് രജ്ജുവാണെന്ന് വെച്ചാൽ ആ സർപ്പത്തിന്റെ ആത്മാസ്വരൂപ രജ്ജുവാണ്. എന്താ സർപ്പമായി കാണപ്പെട്ടത് നിഷേധിച്ചു കഴിഞ്ഞിട്ട് ചോദിക്കും, നായം സർപ്പ എന്ന് നിഷേധിച്ചിട്ട് ചോദിക്കും, എന്താണ് സർപ്പമായി അനുഭവപ്പെട്ടത്? അവിടെ ഒരു മറുപടി പറയാനുള്ളൂ, രജ്ജു തന്നെ. അതാണ് നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത് ആത്മാ തന്നെ. അതുകൊണ്ട് പറയുന്നു ജഗദാത്മാ, അത് ജഗത് സ്വരൂപനായിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയാമല്ലോ, ആ രജ്ജു സർപ്പരൂപത്തിലിരിക്കുന്നു. രണ്ടു തരത്തിൽ പറഞ്ഞാൽ ഒന്നിനെ തന്നെ പറയുന്നു. രജ്ജു സർപ്പരൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ സർപ്പത്തെ നിഷേധിക്കുന്നില്ല. സർപ്പമായി കാണുന്നത് എന്താണ്? രജ്ജു തന്നെയാണ്. മറ്റെന്തെങ്കിലും ഒന്ന് പറയാൻ കഴിയും. അപ്പൊ അവിടെ സർപ്പത്തെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിഷേധിക്കാൻ രണ്ടാമതൊന്നില്ല. നാമരൂപാത്മകമായി സർപ്പം എന്നുള്ള നാമത്തിലും സർപ്പം എന്നുള്ള രൂപത്തിലും അനുഭവപ്പെടുന്നത് രജ്ജു തന്നെയാണ്. പിന്നെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും? രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ നിഷേധിക്കാൻ പറ്റും. എന്നാൽ അതങ്ങ് വിട്ടു, രജ്ജുവിനെ വിട്ടു, സർപ്പത്തെ മാത്രം കാണുന്നു. എന്നിട്ട് പറയുന്നു, സർപ്പത്തെ കണ്ടുകൊണ്ട് പറയുന്നു, നായം സർപ്പ, ഇത് സർപ്പമല്ല. അത് സർപ്പമല്ല എന്ന് പറയുമ്പോൾ അവിടെ നാമരൂപത്തെ നിഷേധിക്കുന്നു. അവിടെയും പറയുന്നത് എന്താണ്? അത് രജ്ജു തന്നെയാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്തും സർപ്പം എന്ന് പറയുന്നിടത്തും
സർപ്പത്തെ നിഷേധിക്കുന്നിടത്തും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെന്ത്? ഇത് സർപ്പമെന്ന് പറയുന്നിടത്തും പറയുന്നു ഇത് രജ്ജു തന്നെ. സർപ്പത്തെ നിഷേധിക്കുന്നിടത്തും പറയുന്നു ഇത് രജ്ജു തന്നെ എന്ന് പറയുന്നു. അതുപോലെയാണ് ഇവിടെ പറയുന്നത് എന്താണ്? സർവേഷാം ഭൂതാനാം അയം ആത്മാ, സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇവിടെ സംശയം വരും ചിലർക്ക്. ഈ നാമരൂപങ്ങളെ നിഷേധിച്ചിട്ടാണോ സർവവും ബ്രഹ്മവും എന്ന് പറയുന്നത്? അത് ഈ നാമരൂപങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് സർവവും ബ്രഹ്മം എന്ന് പറയുന്നത്. ഈ നാമരൂപങ്ങളെ ബ്രഹ്മം എന്ന് പറയുകയാണ്, അതോ നാമരൂപങ്ങളെ നിഷേധിച്ചിട്ട് പറയുകയാണ്? രണ്ടു തരത്തിൽ പറഞ്ഞാലും താല്പര്യം ഒന്ന് തന്നെ. നാമരൂപങ്ങളെ നിഷേധിച്ച് പറയുന്നതാണ് ആദ്യം പറഞ്ഞത്. നായം സർപ്പഹ എന്ന് പറയുന്നത് നിഷേധിക്കുന്നു. നിഷേധിച്ചാലും ഫലത്തിൽ എന്ന് പറയുന്നു ബാധ അവധി എന്ന് പറയുന്നു. അങ്ങനെ ഒരു നിഷേധം വന്നാലും ഫലത്തിൽ എന്താ ശേഷിക്കുന്നത്? രജ്ജു തന്നെ. അവിടെ നാമരൂപത്തെ നിഷേധിച്ചിട്ട് ബോധിപ്പിക്കുന്ന രജ്ജുവിന്, പിന്നെ നാമരൂപങ്ങളോടുകൂടി ബോധിപ്പിക്കുന്നു. എങ്ങനെ ബോധിപ്പിക്കുന്നു? ആ രജ്ജു തന്നെയാണ് സർപ്പമായി പ്രകടമാകുന്നത്. അവിടെ നിഷേധിക്കുന്നില്ല, സർപ്പഭാവത്തെ അംഗീകരിക്കുന്നു. പക്ഷെ അവിടെ ഒന്ന് പറയുന്നു, ഈ സർപ്പഭാവത്തിൽ ഇരിക്കുന്നത് രജ്ജു തന്നെയാണ്. രജ്ജു തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ വിശേഷിച്ച് അവിടെ നിഷേധിക്കാൻ സർപ്പഭാവമില്ല. അതുകൊണ്ടാണ് നിഷേധിക്കാറ്. രജ്ജു തന്നെ സർപ്പഭാവത്തിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നിഷേധിക്കുന്നത്? അവിടെ നാമരൂപങ്ങളെ നിഷേധിക്കാനുണ്ടോ? കാരണം എന്താ പറയുന്നത്? രജ്ജു തന്നെയാണ്. രണ്ടാമതൊന്നില്ലെങ്കിൽ നിഷേധിക്കാം, രണ്ടാമതൊന്നുണ്ടെങ്കിലേ നിഷേധിക്കാൻ പറ്റും. രജ്ജുവിൽ നിന്ന് വേറിട്ടൊരു സർപ്പം ഉണ്ടായാലേ നിഷേധിക്കാൻ പറ്റും. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, രജ്ജു തന്നെയാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. രജ്ജു തന്നെയാണ് സർപ്പമായിരിക്കുന്നത്. രണ്ടാമതായി ഒന്നും അവിടെ കടന്നു വരുന്നില്ല. ഒന്നില്ല രണ്ടാമത്. രജ്ജു തന്നെ. അപ്പോൾ അവിടെ നിഷേധിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ, വസ്തു ഒന്നേ ഉള്ളൂ. നമ്മളിവിടെ രണ്ട് പദാർത്ഥങ്ങളെ കാണുന്നു. ഒന്ന് ആത്മാവെന്ന് പറയുന്ന ഒരു പദാർത്ഥം, മറ്റൊന്ന് ആത്മഭിന്നമായ ശരീരം എന്ന് പറയുന്ന ഒരു പദാർത്ഥം, അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു പദാർത്ഥം. ഇവിടെ അങ്ങനെ രണ്ടിനെ സ്വീകരിക്കുന്നില്ല, ഒന്നേ ഉള്ളൂ. പ്രപഞ്ചം എന്ന് പറയുന്ന പദാർത്ഥമാണെന്ന് മനസ്സിലാക്കാം. ആത്മാവെന്ന് പറയുന്നതോ അത് ഒരു പദാർത്ഥമല്ല, മറിച്ച് ആ പ്രപഞ്ചത്തിന്റെ സ്വരൂപം. അതുകൊണ്ടാണ് ജഗത് ആത്മാ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർവഭൂതാനാം അയം ആത്മാ. എന്നാലേ ആത്മാ സർവവ്യാപിയാണ്, സർവാധാരമാണ് എന്നുള്ളത് ബോധിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കരുതുന്നത് പോലെ മൃതശരീരത്തിൽ ആത്മാവില്ല, ജീവശരീരത്തിൽ ആത്മാവുണ്ട് എന്നൊക്കെ ധരിക്കേണ്ടി വരും. എന്നുവെച്ചാൽ ആത്മാവിനെ പരിച്ഛിന്നമായി ധരിക്കേണ്ടി വരുന്നു എന്നർത്ഥം. സർവവ്യാപകമായിരിക്കുന്ന ഒന്നിനെ പരിച്ഛിന്നമായി
ധരിക്കുന്നത് അറിവിന്റെ ന്യൂനതയാണ്. അത് പറയാൻ കാരണം ഇത് സർവഭൂതങ്ങളുടെയും ആത്മാവാണ്, സ്വരൂപമാണ് എന്ന് പറയുമ്പോൾ പലർക്കും സംശയമാണ്. ആ ഭാഗം അംഗീകരിക്കും. അതെങ്ങനെ ശരിയാകും? ആത്മാവ് ഈ ദേഹാദികളിൽ നിന്നും വിലക്ഷണനാണല്ലോ എന്നെ പറയുന്നു. പഞ്ചകോശ വിവേകം, അവസ്ഥാത്രയ വിശകലനം, അവിടെയെല്ലാം പറയുന്നത് ഇതിൽ നിന്നൊക്കെ വേറെ ഒന്നെന്നാണ്. ഇതൊന്നും ആത്മാവല്ല. നേതി നേതി ഇതിനെല്ലാം നിഷേധിക്കുന്നു. ബാധാവതി നിഷേധിച്ചിട്ട് ശേഷിക്കുന്നതാണ്. ആത്മാവെന്ന് പറയുന്നത് ഒരു പ്രത്യേക പദാർത്ഥം, ഒരു വസ്തുവാണ്. അതിൽ നിന്നൊക്കെ വേറിട്ടാണ്, ഇതിൽ നിന്ന് അന്യമാണ്. അത് നമ്മൾ പറയാറുണ്ട് അനാത്മവിവേകം. സാധാരണ പറഞ്ഞു വരാറുള്ളതാണല്ലോ ഈ അനാത്മാവിൽ നിന്നും വേർതിരിക്കുന്നു, വിവേകം കൊണ്ട് വേർതിരിക്കുന്ന ഒരാത്മാവ്. അങ്ങനെയെല്ലാം വേർതിരിക്കുന്നത് ശരിയാണ്. തത്വത്തെ ഗ്രഹിക്കുന്നതിന് ബുദ്ധി ക്ഷമതയില്ലാതെ വരുമ്പോൾ അതിന് പല പ്രക്രിയകളും സ്വീകരിക്കുന്നു. ഇന്ന രീതിയിൽ ചിന്തിക്കുക, ഇന്ന രീതിയിൽ ചിന്തിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ നിഷേധിച്ചിട്ട് ഇതിൽ നിന്ന് വേറിട്ടൊന്നാണ് ആത്മാവ് എന്നിങ്ങനെ ബോധിപ്പിക്കുന്നു. ആശയമേ ആ തത്വത്തിന്റെ പൂർണ്ണതയെ ബോധിപ്പിക്കുമ്പോൾ ഇങ്ങനെയും ബോധിപ്പിക്കുന്നു. സർവത്തിന്റെ ഈ സ്വരൂപമാണ്. സ്വരൂപം ഒരിക്കലും അന്യമായ ഒന്നല്ല. അവിടെ അന്യത്വമില്ല. സ്വരൂപത്തിൽ അന്യത്വം വരത്തില്ല. നിങ്ങൾ പറയുന്നു ഇത് മൃതശരീരം, ഇത് അതിലുണ്ടായിരുന്ന ആത്മാവ് രണ്ടാക്കുകയാണ്. ആത്മാവ് ഇപ്പൊ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിലാണ്. അവിടെ അന്യത്വം വരുന്നു. ആ അന്യത്വം ആവശ്യമാണ്. ഇവിടെ ഉപാസനയ്ക്ക് ആവശ്യമാണ്. ഉപാസനയ്ക്ക് അത്രയുള്ള അന്യത്വം ആവശ്യമാണ്. ഉപാസിക്കുന്നവനിൽ നിന്ന് അന്യമായ എന്തെങ്കിലും വേണം ഉപാസിക്കാൻ. ഇനി തന്നെ തന്നെ ഉപാസിച്ചാൽ പോലും താൻ ഉപാസിക്കുന്നവനും തന്നെ തന്നെ ഉപാസനയുടെ വിഷയമാക്കി ഉപാസിക്കാൻ പറ്റും. ഇവിടെ അതെല്ലാം സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു. അവിടെ ഉപാസനയില്ല. ഇവിടെ ബോധം മാത്രം, അറിവ് മാത്രം. സർവത്തിനും സ്വരൂപമായിരിക്കുന്നു, സർവസ്വരൂപമായിരിക്കുന്നു. അത്തരത്തിലുള്ള ബോധം മാത്രം. അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പം നാമരൂപങ്ങളിൽ നിന്നും വേർതിരിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാമരൂപങ്ങളുടെ സ്വരൂപമായി പറയുന്നു എന്ന് തന്നെ. അവിടെ രണ്ടല്ല, ഒന്ന് തന്നെ. രണ്ട് രീതി പറയുന്നു എന്നേ ഉള്ളൂ. ആണ് നമ്മ പറഞ്ഞത്. നേതിത്യുപലക്ഷണ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ. നായം സർപ്പ എന്ന് നിഷേധിക്കുന്നിടത്ത് തന്നെ മറിച്ചുള്ള അർത്ഥത്തെ കൂടി എടുക്കണം. ഇത് അത് തന്നെയാണ്. ബ്രഹ്മൈവേദം സർവം ആത്മൈവേദം സർവം സർവം ഖണ്ഡിതം ബ്രഹ്മ എന്ന് പറയുന്നിടത്തെല്ലാം ഈ രീതിയിലെടുക്കും. അവിടെ ബ്രഹ്മാത്മ ശബ്ദങ്ങളെ കൊണ്ട് പറയുന്നത് ഇതിന്റെ സ്വരൂപത്തെയാണ്. നാമരൂപങ്ങളോ അത് അന്യമല്ല,
നാമരൂപങ്ങളുടെ എല്ലാം സ്വരൂപമായിരിക്കുന്നതാണ് അത്. അതിന് ഭേദമില്ല. മൃതം, അമൃതം, മരിച്ച, ഇല്ലാതായ വസ്തുക്കൾ, നശിക്കാത്ത വസ്തുക്കൾ, അങ്ങനെ ഭേദമില്ല. സർവത്തിന് സ്വരൂപമായിരിക്കുന്നു. മരിച്ചുപോയ ശരീരത്തിന്റെ ആത്മാവ്, മരിക്കാത്ത ശരീരത്തിലിരിക്കുന്ന ആത്മാവ്, അങ്ങനെയുള്ള ഒരു ഭേദമില്ല. അതൊക്കെ ബാലിശമായ ചിന്തകളാണ്. എന്ന് പറയുന്നത് സർവേഷാം ഭൂതാനാം. അവിടെ ചിത്ത്, ജഡം എന്ന് വേർതിരിക്കാൻ കഴിയില്ല. ജീവനുള്ളത്, ജീവനില്ലാത്തത്, അങ്ങനെ വേർതിരിക്കാൻ വയ്യ. സർവഭൂതങ്ങളുടെയും, അത് പ്രാണികളെന്നോ ശരീരങ്ങളെന്നോ ചരങ്ങളായിരിക്കുന്ന ജീവികളെന്നോ ജഡങ്ങളായിരിക്കുന്ന കേവല പദാർത്ഥങ്ങളെന്നോ എന്ത് വേണോ ധരിക്കാം. സർവത്തിന്റെയും സ്വരൂപം അയമാത്മാ. സർവൈരുപാസ്യ. ഇത് സർവത്തിന്റെയും സ്വരൂപമാണ് എന്ന് സർവരും ഗ്രഹിക്കേണ്ടതാണ്. സർവരാലും ഉപാസിക്കപ്പെടേണ്ടതാണ്, ഗ്രഹിക്കേണ്ടതാണെന്നർത്ഥം. അത് വേറെ സന്ദർഭത്തിൽ പറഞ്ഞു. സർവൈരുപാസ്യ എന്നെന്തുകൊണ്ട് പറഞ്ഞു? കാരണം സർവരും ഉപാസിക്കുന്ന ഇതിനെ തന്നെയാണ്. സർവരും ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഇതിനെ തന്നെയാണ്. സർവരും ഇതിനെയാണ് ബോധിക്കുന്നതെങ്കിൽ പിന്നെ ഇതിനെ ഉപദേശം, ഇവിടെ ഉപദേശത്തിന്റെ ആവശ്യമില്ലല്ലോ. സർവരും ഇതിനെ ഉപദേശിക്കുന്നു, ഉപാസിക്കുന്നു എന്ന് പറയുന്നൊരു സത്യമാണ്, ഒരു തത്വമാണെങ്കിലും സർവ്വതിനെ ഉപാസിക്കുന്നത് മായയിലൂടെയാണ്, അല്ലെങ്കിൽ അവിദ്യയിലൂടെയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രം. ഇതിന്റെ സർവകർമ്മങ്ങളും ഇതിനെ ലക്ഷ്യമാക്കിയാണ്. സർവ യത്നങ്ങളും ഇതിനെ ലക്ഷ്യമാക്കിയിട്ടാണ്. യത്നം, ഇച്ഛ, ജ്ഞാനം, ഇതാണ് മുഖ്യമായി വരുന്നത്. ഇതെല്ലാം ഇതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് സർവ പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് ഇച്ഛിക്കുന്നത്. ഇഷ്ടമായതിനെ ഇച്ഛിക്കത്തുള്ളൂ, ഇഷ്ടം അനുകൂലമായി തോന്നുന്നതിനെ ഇച്ഛിക്കത്തുള്ളൂ. ഇഷ്ടസ്വരൂപമായിരിക്കുന്ന ഇതാണ്, അതുകൊണ്ട് ഇതിനെയാണ് ഇച്ഛിക്കുന്നത്. കർമ്മത്തിന് വേണ്ടി ആർജിക്കാൻ വേണ്ടിയിട്ട്, നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോ പ്രാപ്യമായിരിക്കുന്ന ഇതാണ്, അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഇതിനു വേണ്ടിയിട്ടാണ്. അറിവെന്ന് പറയുന്നത് എന്താണ്? സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ അറിവുകളും ഇതിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ്. സർവൈരുപാസ്യ, സർവരാലും ഉപാസ്യമായിരിക്കുന്ന എല്ലാ തരത്തിലും, അറിവിലൂടെ ആയാലും യത്നത്തിലൂടെ ആയാലും ഇച്ഛയിലൂടെ ആയാലും എല്ലാം ഇതിനെ ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോടെ ഉപദേശം വേണ്ടിവരുന്നു, ഗുരു വേണ്ടി വരുന്നു. എന്തുകൊണ്ട്? ഈ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് മായയിലൂടെ ആണ്. ഭാഷകാരൻ ആവർത്തിച്ചു അജ്ഞാനം, അവിദ്യ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഉപദേശവും മറ്റും വേണ്ടി വരുന്നത്
വാസ്തവത്തിൽ ഇതിനെ പ്രാപിക്കാനോ ഇതിനെ സാക്ഷാത്കരിക്കാനോ ഒന്നും വേണ്ടിയല്ല. അതും പറയാറുണ്ട്. ഗുരുവിന്റെ ഉപദേശത്തിന്റെ ഒന്നും സ്ഥാനം അതല്ല. മറിച്ച് എന്താണ് ഈ മായ മാറ്റുന്നതിന് വേണ്ടി എന്ന് പറയും, ഈ അവിദ്യയെ മാറ്റുന്നതിന് വേണ്ടിയിട്ട്. അത്രയും അതിന്റെ ആവശ്യമുള്ളതെന്നുകൊണ്ട് ഇത് സർവസ്വരൂപമായിരിക്കുന്നു. ആ സ്വരൂപത്തിൽ പ്രവൃത്തി നടക്കത്തില്ല. അതിന് ആത്മാശ്രയദോഷമെന്ന് പറയും. അത് സംഭവിക്കും. അല്ലേ? തനിക്ക് ഗ്രാമത്തിലേക്ക് നടക്കാം, തന്നിലേക്ക് നടക്കാൻ കഴിയില്ല. താൻ അന്യമായതിനെ ഇച്ഛിക്കുന്നു, സ്വസ്വരൂപത്തിൽ ഇച്ഛ പ്രവർത്തിക്കുന്നില്ല. താൻ അന്യമായതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നു, സ്വസ്വരൂപത്തിൽ അത് സംഭവിക്കത്തില്ല. ഇത് അങ്ങനെ സർവസ്വരൂപമായിരിക്കുന്നു, സർവരാലും ഉപാസ്യമായിരിക്കുന്നു. ഇതിനെയാണ് ഉപാസിക്കുന്നത്. ആ സ്വരൂപം എന്താണ്? അതാണ് മുമ്പ് പറഞ്ഞത് അനന്തരഃ. അതിനെ ഉള്ള് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സാധാരണ പറയും എന്താണ്? പഞ്ചകോശങ്ങൾക്കുള്ളിലിരിക്കുന്നത്, അങ്ങനെ പറയും. സർവ ആന്തരമായിരിക്കുന്നത്, എല്ലാത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്, അങ്ങനെ ഇതിനെ പറയാൻ പറ്റത്തില്ല. ഉള്ളും വെളിയും ഒന്നുമുള്ള സാധനമല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ഇതിനൊന്ന് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ പറയും ഉള്ളിലിരിക്കുന്നതാണ്, അതിസൂക്ഷ്മമായി ഉള്ളിലിരിക്കും. അതുകൊണ്ടല്ല അതിന് പേര് പറയുന്നത് അന്തരാത്മാവ്. സാധാരണ നമ്മൾ പറയാറുണ്ട്, അങ്ങനെ ഒരു ശബ്ദപ്രയോഗമുണ്ട്, ആ പ്രയോഗത്തിന് അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? അതിനും പരിമിതിയുണ്ട്. അതിന് നമുക്കിതിന്റെ അവസാന വാക്കെന്ന് പറയാൻ വയ്യ. ഇതെന്തുകൊണ്ട്? ഇത് അനന്തരമാണ്, സർവസ്വരൂപം എന്ന് പറഞ്ഞതാണ്. പിന്നെ ചിലത് പറയും എന്താണ്? ശരി, ഞാൻ അല്ലെങ്കിൽ എന്റെ ഗുരു ഈ കാണുന്നതെല്ലാം ബ്രഹ്മമായി കാണുന്നു, നാമവും രൂപവും എല്ലാം ഈ ബാഹ്യമായി കാണുന്നതിനൊക്കെ ബ്രഹ്മമായി കാണുന്നു. കാരണം എന്തുകൊണ്ട്? കാണുന്നത് ബാഹ്യമാണ്. ചക്ഷുർഗ്രാഹ്യമായതിനെ ചക്ഷുരിന്ദ്രിയം കൊണ്ട് ഗ്രഹിക്കാൻ പറ്റും. ആരെങ്കിലും ചക്ഷുരിന്ദ്രിയത്തെ അതുകൊണ്ട് ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. ഓരോ ഇന്ദ്രിയങ്ങളും തന്നിൽ നിന്ന് അന്യമായതിനെ ബാഹ്യമായതിനെ ഗ്രഹിക്കാൻ പറ്റും. ഇന്ദ്രിയങ്ങൾ ഗ്രഹിക്കുന്നു, മനസ്സുകൊണ്ട് ഗ്രഹിക്കുന്നു. അങ്ങനെ ഞാൻ പറയുന്നു എനിക്ക് ബ്രഹ്മജ്ഞാനമുണ്ട്. ഈ ബ്രഹ്മജ്ഞാനത്തിലൂടെ ഞാൻ ഇതിനെല്ലാം ബ്രഹ്മമായി ഗ്രഹിക്കുന്നു. ഇത് അസംഭവമാണ്, അത് സാധ്യമല്ല എന്നുള്ളത്. ബാഹ്യമല്ല അങ്ങനെ ഗ്രഹിക്കാൻ. മനസ്സുകൊണ്ടോ കണ്ണുകൊണ്ടോ മറ്റു വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ മറ്റു വിഷയത്തിൽ ഗ്രഹിക്കാൻ ഇത് ബാഹ്യമല്ല. സ്വരൂപം എങ്ങനെ ബാഹ്യമാകും? സ്വസ്വരൂപം. അവിടെ ആന്തരികമായി ഗ്രഹിക്കുന്നതോ ബാഹ്യമായി ഗ്രഹിക്കുന്നതോ അല്ല. എന്തുകൊണ്ട്? കൃഷ്ണം ഇത് പൂർണ്ണമാണ്. അതിനെ രണ്ടായി തിരിക്കാൻ പോയി, ആന്തരം ബാഹ്യം എന്നൊന്നും തിരിക്കാൻ പോയി. അപ്പൊ നിങ്ങളിതിനെ എങ്ങനെ വിശദീകരിക്കുന്നു? എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധിപ്പിക്കുന്നത്? ആന്തരികമായോ ബാഹ്യമായോ സാക്ഷാത്കരിക്കാൻ ഗ്രഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ പിന്നെ എന്താണ് ഇത്? സ്പഷ്ടമാണ്. പ്രജ്ഞാനഘനഭൂത, വിജ്ഞാനഘനമാണത്. അതുകൊണ്ടാണ് പറഞ്ഞാൽ ആന്തരികമായോ ബാഹ്യമായോ ഒന്നും ഗ്രഹിക്കാൻ കഴിയില്ല. എന്റെ ആവശ്യമില്ലല്ലോ. ഉള്ളും പുറവും ഇല്ലാത്ത ഒന്നിനെ ഉള്ളിലോ പുറത്തോ ഗ്രഹിക്കാൻ പറ്റുമോ? മറ്റൊക്കെ ആലങ്കാരികമായ വചനങ്ങളാണ് അങ്ങനെ പറയുന്നത്, സ്തുതിപരമായി പറയുന്നതാണ്. ഞാൻ ഉള്ളിൽ സാക്ഷാത്കരിച്ചിരിക്കുന്നു, പുറമേ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ശാസ്ത്രങ്ങളിൽ തന്നെ എങ്ങനെ പറയുന്നു?
അത് വസ്തുതയല്ല. എന്തുകൊണ്ടിത് പ്രജ്ഞാനഘനമാണ്, പ്രജ്ഞാനസ്വരൂപമാണ്. അതിന് ഈ അറിവ് നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഔപദേശികമായ അറിവെന്ന് പറഞ്ഞു. ഈ അറിവൊക്കെയോ ഈ അറിവ് ഇതാ ബോധിപ്പിക്കുന്നത് പ്രജ്ഞാനഘനമാണ്. ഇത് സർവഭൂതങ്ങളുടെ ഈ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നു. അല്ലാതെ അതിനെ ഈ ഒരറിവും വിഷയമാക്കുന്നതല്ല. അറിവിന്റെ തന്നെ സ്വരൂപമായിരിക്കുന്നതുകൊണ്ട് അറിവിനെ അതിനെ വിഷയമാക്കാൻ കഴിയില്ല. പിന്നെ ഈ അറിവിന്റെ ആവശ്യം എന്താ? അത് ഈ അറിവ് ഇതിനെ ബോധിപ്പിക്കുന്നു. എന്താണ്? ഇത് സ്വരൂപമാണ്, ഈ അറിവിന്റെ സ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നു. ആ ബോധം ഇതിനെ വിഷയമാക്കുന്നു ഇല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ബോധം ഇതിനെ വിഷയമാക്കുന്നതല്ല. ആ ബോധത്തിന്റെ സ്വരൂപവും ഇത് തന്നെയാണ്. പിന്നെ അവിടെ വിഷയമാക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇത് നിർവിഷയമാണെന്ന് ബോധിപ്പിക്കുന്ന ആ ബോധം, അതിന്റെ സ്വരൂപം ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബോധം ഇതിനെ വിഷയമാക്കുന്നില്ല. മറിച്ച് ഈ ബോധത്തിന്റെ പ്രകാശമാണതല്ല, പരമാർത്ഥ ബോധത്തിന്റെ പ്രകാശമാണ്, ഔപദേശികമായ ബോധം. അതുകൊണ്ട് പറയുന്നത് ഇത് പ്രജ്ഞാനഘനമാണ്. ഇത് അല്ലാതെ ഇതിനെ മാറ്റി ഒരിടത്തും ഭാഷ്യകാരൻ പറയുന്നില്ല. എവിടെ എങ്ങനെയൊക്കെ ചർച്ച ചെയ്താലോ അവസാനം ഇവിടെ തന്നെ വന്നിരിക്കും. ഇത് പ്രജ്ഞാനഘനമാണ്, അത് സർവത്തിന്റെയും ആത്മാവ് സ്വരൂപമായിരിക്കുന്നു എന്നാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. സർവത്ര ഇത് തന്നെ ബോധിപ്പിക്കുന്നത്. ശരി, അങ്ങനെ ഒരു അറിവുകൊണ്ട് ഞാനൊന്നും നേടിയില്ലല്ലോ എന്ന് പറയും. അതിന് പറയുന്ന അറിവ് ഒരിക്കലും കാരകമല്ല, ജ്ഞാപകമാണ് എന്ന് പറയുന്നതാണ്. അറിവുകൊണ്ടൊന്നും നേടാൻ പറ്റത്തില്ല. ആ പ്രാപഞ്ചിക ബുദ്ധിയിൽ ആണ് നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും നേടണം എന്ന് പറയുന്നു. എപ്പോഴും ജീവൻ എന്തെങ്കിലും നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേടുന്ന ഒന്നല്ല, ക്രിയയുടെ ഫലമാണ് നേട്ടമെന്ന് പറയുന്നത്. എത്രയോ തവണ ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. പ്രകാശം ഇരുട്ടിനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ആധേയമായി നേടിയതെന്താ ഉള്ളത്? ഈ അറിവിലൂടെ ഒന്നും നേടാൻ കഴിയത്തില്ല, മറിച്ചത് ജ്ഞാപകമാണ്, ബോധിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ സ്വരൂപം, ഇത് പ്രജ്ഞാനഘനമാണ്, അല്ലെങ്കിൽ ഇത് സർവസ്വരൂപമായിരിക്കുന്നതാണ്. ഇത് ഈ ജ്ഞാപകമായിരിക്കുന്ന ഈ അറിവിനും അത് വിഷയമല്ല, അത് നിർവിഷയമാണെന്നാണ് ജ്ഞാപിപ്പിക്കുന്നത്, ബോധിപ്പിക്കുന്നത്. ഇത്തരത്തിൽ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവ്. സർവേഷാം ഭൂതാനാമയം ആത്മാ സർവീരുപാസ്യ. സർവേഷാം ഭൂതാനാം അധിപതി സർവഭൂതാനാം സ്വതന്ത്രഃ ന കുമാര മാത്യവർ കിം തർഹി സർവേഷാം ഭൂതാനാം രാജ. അവിടെ രണ്ട് കാര്യം പറയുന്നു. സർവത്തിനും ഇത് രാജാവായിരിക്കുന്നു,
സർവത്തിന് ഇത് അധിപതിയായിരിക്കുന്നു. ഇതിന്റെ ആധിപത്യം ആർക്കുമില്ല. ഇത് സർവത്തിനും അധിപതിയായിരിക്കുന്നു എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം അതാണ്. സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നു. കുമാര അമാത്യവ അതുപോലെ ആധിപത്യം രാജ്യത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? സർവശക്തനായ സർവസ്വതന്ത്രനായ ഒരുവൻ, സമ്രാട്ട്, അവന്റെ കീഴിലാണ് സർവവും, സർവപ്രജകളും രാജ്യവും സർവവും അവന് അധീനമായിരിക്കുന്നു. പക്ഷെ ആധിപത്യം അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുണ്ട്. കുമാരൻ, രാജകുമാരനും ഉണ്ട് ആധിപത്യം. രാജാവ് ഒഴികെ എല്ലാവരും കുമാരനെ ഭയക്കുന്നു. കുമാരനും ഉണ്ട് ആധിപത്യം. അമാത്യൻ, മന്ത്രിക്കുണ്ട് ആധിപത്യം. രാജാവും രാജകുമാരനും ഒഴികെ ബാക്കി എല്ലാവരും മന്ത്രിയും ഭയക്കും. അതുപോലെ ഇതെല്ലാം ആപേക്ഷികമായ ആധിപത്യമാണ്, രാജത്വമാണ്, പ്രഭുത്വമാണ്. ഇതങ്ങനെയല്ല, ഇതങ്ങനെയുള്ളതല്ല. ഇതിന്റെ സ്വാതന്ത്ര്യം സർവഭൂതാനാം സ്വതന്ത്ര, സ്വരൂപത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ആത്മസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുപോലെ സാപേക്ഷികമായിട്ടുള്ളതല്ല, ആപേക്ഷികമായിട്ടുള്ളതാണ്. അത് സർവത്തിനും സ്വരൂപമായിരിക്കുകയും സർവവും അതിനെ ആശ്രയിച്ച് നിലനിൽക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ സ്വാതന്ത്ര്യത്തിന് രാജാവിനോട് ഉപമിക്കാൻ വയ്യ. അതുകൊണ്ടത് രാജാക്കന്മാരുടെയും രാജാവിനെ പോലെയാണ്. എന്നുവെച്ചാൽ അത് ഒരു തരത്തിലും ഒന്നിനും വിഷയമാകുന്നതല്ല. വിഷയമാകുമ്പോൾ അതിന് പരിമിതി വരും, അതിൽ അസ്വതന്ത്രത വരും, അധീനത അതിന് വരും. ഇതങ്ങനെയല്ല. സ്വസ്വരൂപം ശ്രോതാവിന്റെ സ്വരൂപം ഇങ്ങനെയാണെന്ന് ബോധിപ്പിക്കുകയാണ്. ആ ബോധത്തിലാണ് ഒരുവൻ തിരിച്ചറിയുന്നത് എന്താണ്, താൻ മുക്തനാണ്. അങ്ങനെയല്ലാതെ എങ്ങനെയാ മുക്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നത്? മുക്തി ജ്ഞാനം കൊണ്ടേ സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അതാണ് തത്വജ്ഞന്റെ മുക്തി എന്ന് പറയുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല, ഒരു പ്രയോജനമില്ല. ഇങ്ങനെ ഒരു മുക്തിയെക്കുറിച്ച് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കെല്ലാം അസൂയ വരും. ഇതിനകത്തുണ്ടല്ലോ വൈരികൾ, തത്വജ്ഞന്റെ വൈരികൾ. ആരാണ് തത്വജ്ഞന്റെ വൈരികൾ? അഭയേ ഭയദർശന, അഭയത്തിൽ ഭയത്തെ കാണുന്നവർ. യോഗികൾ എന്നുവെച്ചാൽ ദ്വൈതികളെന്ന് ചുരുക്കത്തിൽ പറയും. അവർക്കിത് അഭയത്തിൽ ഭയം. അവിടെ പറഞ്ഞത് യോഗിനോ ബിഭ്യതി ഹ്യസ്മ. യോഗി എന്ന് പറഞ്ഞാൽ ദ്വൈതി എന്നുള്ള ഇതിൽ ഈ സ്വരൂപത്തെ, ആത്മാവിനെ അന്യമായി കരുതുന്നവൻ, അവനാണ് ദ്വൈതി. അവർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ ഈർഷ്യയും അസൂയയൊക്കെ ഉണ്ടാവും. അവരിതിനെ ഗ്രഹിക്കാൻ അവർക്ക് കഴിയത്തില്ല. അതിനെ പുച്ഛിക്കും, നിഷേധിക്കും. അതെല്ലാം
തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഒന്നിനെ നിഷേധിക്കാനോ പുച്ഛിക്കാനോ അസൂയപ്പെടാനോ ഇല്ല. കാരണം എന്തുകൊണ്ട്? തന്നിൽ നിന്ന് അന്യമായില്ലല്ലോ, സ്വസ്വരൂപത്തിൽ നിന്ന് അന്യമായി ഒന്നുമില്ല. പിന്നെ ഏതിനെ നിന്ദിക്കാൻ പുച്ഛിക്കാൻ ഒന്നുമില്ല. ദ്വൈതിയെ സംബന്ധിച്ച് അങ്ങനെയല്ല, അന്യമുണ്ട്. അന്യമുള്ളതുകൊണ്ട് ഏതിനെയും നിഷേധിക്കാം, നിന്ദിക്കാം, ആക്ഷേപിക്കാം, പരിഹസിക്കാം. അതൊക്കെ അസ്വാതന്ത്ര്യമാണ്, അതാണ് ദൗർബല്യങ്ങളാണ്, ബലഹീനതയാണ്. ഇവിടെ പറയുന്നത് എന്താണ്? സ്വതന്ത്രനാണ്. സർവപ്രാണികളിലും സ്വതന്ത്രനായിരിക്കുന്നത് ഈ തത്വബോധമുള്ളവനാണ്. അതിലേ ഉള്ളൂ സ്വാതന്ത്ര്യം, മറ്റൊന്നിനും സ്വാതന്ത്ര്യമില്ല. മറ്റെല്ലാവരും അടിമകളാണ്. ഓരോന്നിനും അവിടെയുള്ള അടിമത്വത്തെ സ്വയം ഭരിച്ചിരിക്കുന്നവരാണ്. ഏതെങ്കിലും തരത്തിലൊരു അടിമത്വത്തെ സ്വീകരിച്ചിരിക്കുന്നു, പാരതന്ത്ര്യത്തെ സ്വീകരിച്ചിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ അനുഭവം ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ ബോധത്തിൽ മാത്രമേ ഉള്ളൂ. ജ്ഞാനം കൊണ്ടുവരുന്ന ആ സ്വാതന്ത്ര്യം, സ്വരൂപത്തിന്റെ സ്വാതന്ത്ര്യം, അതിനെക്കുറിച്ചുള്ള ബോധം ഈ പറയുന്ന ഇതിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പറയുന്നു സർവഭൂതാനാം സ്വതന്ത്ര, സ്വതന്ത്രനായിരിക്കുന്നു. തഥാ അധിപതി ശബ്ദേന സ്വാതന്ത്ര്യമഭീയതേ. ഇവിടെ പറയുന്നു, ഇവിടെ അധിപതി എന്നെല്ലാം പറയുന്നുകൊണ്ട് പറയുന്ന ആത്മസ്വാതന്ത്ര്യത്തെയാണ്, സ്വസ്വാതന്ത്ര്യത്തെ. സ്വയം സ്വതന്ത്രനായിരിക്കുക, അതല്ലേ മുക്തി എന്ന് പറയുന്നു. അതല്ലാതെ എങ്ങനെ മുക്തി ഉണ്ടാകുന്നു? ഏത് ദേവതയുടെ അടുത്ത് പോയാലാണ് മുക്തി കിട്ടുന്നത്? ഏത് ലോകത്തിൽ പോയാലാണ് മുക്തി കിട്ടുന്നത്? മറ്റു പലതും കിട്ടും, മണിമാത ഐശ്വര്യങ്ങളും മറ്റുമൊക്കെ കിട്ടും. പക്ഷെ ഇത് കിട്ടത്തില്ല. സ്വാർത്ഥ പ്രത്യേക പ്രത്യേക ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പ്രത്യേക സ്വരൂപം തന്നെ. സ്വതന്ത്ര എന്നിവിടെ പറഞ്ഞല്ലോ, സർവഭൂതാന സ്വതന്ത്ര. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആ ആത്മസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വസ്വരൂപം തന്നെ. സ്വാർത്ഥ പ്രത്യേക തദർത്ഥത്വ സഹേതോ ജഗതാത്മനഃ. തദർത്ഥത്വ എല്ലാം തദർത്ഥമാണ്, ആത്മാർത്ഥമാണ്. അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥ എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. ആത്മാർത്ഥ, തനിക്ക് വേണ്ടി എന്ന് പറയുന്നില്ലേ. അവൻ എന്തിനു പ്രവർത്തിക്കുന്നു? ആത്മാർത്ഥമായി എന്നുവെച്ചാൽ സ്വാർത്ഥമായി. അജ്ഞനെ സംബന്ധിച്ച് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആത്മാർത്ഥം തന്നെ. ഈ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലും ആത്മാർത്ഥമാണ് സർവ്വം. എന്തുകൊണ്ട്? ഈ പ്രത്യേക സ്വരൂപം സ്വസ്വരൂപത്തെ ആശ്രയിച്ചാണ് സർവ്വവും നിൽക്കുന്നത്. അതുകൊണ്ട് സർവ്വവും ആത്മാർത്ഥമായി. രണ്ടിനും ഉപയോഗിക്കുന്ന ശബ്ദം ഒന്നാണ്. ഒന്ന് അസ്വാതന്ത്ര്യത്തിന്, അജ്ഞന്റെ സ്വാർത്ഥത എന്ന് പറയുന്ന അവന്റെ അസ്വാതന്ത്ര്യമാണ്. സ്വാർത്ഥത കൊണ്ട് അവനിൽ അവിവേകം വരുന്നു, അവിവേകം കൊണ്ട് സ്വാർത്ഥത വരുന്നു, പരസ്പരാപേക്ഷിതമായി സുഖദുഃഖങ്ങളെ ഉണ്ടാക്കുന്നു. അതിനെ സംസാരം എന്ന് പറയുന്നു. സ്വാർത്ഥതയാണ് സർവത്തിനും മൂലം. അതിനെ തന്നെയാണ് പറയുന്നത് അഹന്ത, മമത എന്നെല്ലാം പറയും. ഇവിടെ അങ്ങനെയല്ല. തദർത്ഥത്വ സഹേതോ സർവവും ഇവിടെ പറയുന്നുണ്ട്. ജഗത്തോ അല്ലെങ്കിൽ ജഗത്തിന്റെ കാരണമോ
ജഗത്തിന്റെ കാരണം എന്താ പറയുന്നത്? മായ. മായയെന്നോ അല്ലെങ്കിൽ ജഗത്തെന്നോ എന്ത് ശബ്ദം കൊണ്ട് പറഞ്ഞാലും ശരി, ഏതായാലും ശരി, എല്ലാം എന്താണ്? പ്രത്യേക അർത്ഥമാണ് അവനെ സംബന്ധിച്ചിടത്തോളം. ആ തത്വജ്ഞന്റെ വ്യവഹാരത്തെ ആശ്രയിച്ച് പറയുകയാണ്. ഈ വ്യവഹാരം നടക്കണമെങ്കിൽ ഇതെല്ലാം വേണ്ടേ? ഇതൊന്നുമില്ലാതെ വ്യവഹാരം നടക്കും. അപ്പോൾ വ്യവഹാരാസ്പദമായിരിക്കുന്ന സർവവും തദർത്ഥമാണ്. ജഗതാത്മനഃ ഇവിടെ പറയും. അവൻ സർവത്തിലും സ്വരൂപമായിരിക്കുന്നു. അവിടെ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവെന്നുള്ള അല്ല, ജഗതാത്മാവായിരിക്കുന്നു. അവൻ ജഗത്തിന് സ്വരൂപമായിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ തിരിച്ചും പറയാം, എന്താണ്? സ്വസ്വരൂപത്തിൽ ഈ ജഗത്ത് സർവവും തദർത്ഥമായി. ഇത് വേറെ തരത്തിൽ പറയും. ഭിഷ അസ്മാത് വാതഃ പവതേ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. വായു വീശുന്നത് അവനെ ഭയന്നിട്ടാണെന്ന്, എല്ലാം അവന് വേണ്ടിയിട്ടാണ്, അവനെ ഭയന്നിട്ടാണ്, അല്ലെങ്കിൽ അവനെ ആശ്രയിച്ചിട്ടാണ്. പഞ്ചഭൂതങ്ങളും പ്രവർത്തിക്കുന്ന അവനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ വരുമ്പോഴേ അവിടെ സ്വാതന്ത്ര്യമുള്ളൂ. അത് തത്വജ്ഞന്റെ നിലയെക്കുറിച്ച് പറയുകയാണ്. ഇത് തന്നെ ഈശ്വരനെ കുറിച്ചും പറയും. സർവ്വ ഈശ്വരാധീനമാണെന്ന് കൽപ്പിക്കുന്നത്. ഇവിടെ ഈശ്വരൻ ജീവൻ എന്നുള്ള ഒരു ഭേദത്തെ എടുക്കുന്നില്ല. സർവസ്വരൂപമായിരിക്കുന്ന തത്വത്തെ എടുക്കുന്നു. ആ തത്വത്തെ ബോധിച്ചവൻ, അവനെ സംബന്ധിച്ചും അവന്റെ സ്വാതന്ത്ര്യം അതാണ്. അവൻ ജഗത് സ്വരൂപമായിരിക്കുന്നതുകൊണ്ട് സർവവും തന്നെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ജനനം, മരണം, സുഖം, ദുഃഖം തുടങ്ങി ഈ ദ്വന്ദ്ങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല. എന്നവിടെ പറഞ്ഞവൻ ദ്വന്ദ്വ അതീതനായിരിക്കുന്നു. ദ്വന്ദ്വങ്ങൾ നിലനിൽക്കുകയല്ല, ദ്വന്ദ്വത്തിന് അതീതനായിരിക്കുന്നു. ആ ദ്വന്ദ്വങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് അതിന് അതീതനായിരിക്കുന്നു എന്നും അർത്ഥമില്ല. അതുകൊണ്ടാണ് ജഗതാത്മനഃ എന്ന് പറയുന്നത്. ജഗത്തില്ലെങ്കിൽ പിന്നെ ജഗതാത്മ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ തത്വജ്ഞാനത്തിന്റെ ഫലം അത് ഉപദേശിക്കുന്നവന് വേണ്ടേ? എന്നാലേ ഉപദേശിക്കാൻ പറ്റൂ. ഉപദേശിക്കുന്നവന് വേണമെങ്കിൽ എന്ത് വേണം? ശരീരത്തോടുകൂടി ഇരിക്കുന്നവർ വേണ്ടേ? സശരീരത്തോടുകൂടി ഇരിക്കുക തന്നെ അവൻ അശരീരിയായിരിക്കുന്നു. അതാണ് അതിന്റെ സ്വാതന്ത്ര്യം. അഭിധീയതേ